നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അവന്റെ ജാമ്യം റദ്ദാക്കി അഴിക്കുള്ളിൽ തള്ളും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നാം പരാതിക്കാരി സുപ്രീം കോടതിയിലേക്ക്. ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഒന്നാം പരാതിക്കാരിക്ക് കിട്ടിയത്. ഹൈക്കോടതി വിധിയെ എതിർത്താണ് അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോകാനൊരുങ്ങുന്നത്. ജാമ്യം കിട്ടി രാഹുൽ പുറത്ത് വിലസുന്നത് പലരെയും വെറുപിടിപ്പിക്കുന്നു. രാഹുൽ പാലക്കാട് സജീവമാകാൻ പോകുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതാണ് പല കേന്ദ്രങ്ങളുടെയും ഉറക്കം കെടുത്തുന്നത്. ഒന്നാം അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിവരം പുറത്തു വന്നതോടെ ചത്തുകിടന്ന CPMന്റെ സൈബർ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഉണർന്നിട്ടുണ്ട്. മാധ്യമ കൂട്ടരും ആവേശത്തിൽ. അന്തിച്ചർച്ചയ്ക്കും മാരത്തൺ ബ്രേക്കിങ്ങുകൾക്കും തിരക്കഥ തയ്യാറാക്കുന്ന തിരക്കിലാണ് ചില മാധ്യമങ്ങൾ. ആദ്യ പരാതിയിൽ രാഹുലിന് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ എതിർത്താണ് അതിജീവിത സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ അപ്പീൽ ഹർജി നൽകാൻ യുവതി നിയമ നടപടി തുടങ്ങിയെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. അഭിഭാഷകരുമായി ചർച്ചകൾക്ക് ശേഷം വൈകാതെ അപ്പീൽ ഹർജി നൽകിയേക്കും. രാഹുലിനെതിരായ കേസിൽ ആദ്യമായാണ് യുവതി സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നും ഗർഭഛിദ്രത്തിന് പരാതിക്കാരി സ്വമേധയാ മരുന്ന് കഴിച്ചതാണെന്നും വിലയിരുത്തിയാണ് വ്യാഴാഴ്ച ഹൈക്കോടതി രാഹുലിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകിയത്. ഇക്കാര്യങ്ങളിൽ വിചാരണ കോടതിയിലാണ് അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടതെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതായത് ഈ കേസ് കൂടുതൽ വാദത്തിനെടുക്കുമ്പോൾ എല്ലാ വിവരങ്ങളും പരിശോധിക്കുമെന്നും എന്നാൽ ഇപ്പോൾ ജാമ്യം കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളതെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്നുമായിരുന്നു ഹൈക്കോടതി പറഞ്ഞത്. ഇതെല്ലാം തന്നെ അതിജീവിതയ്ക്ക് വലിയ രീതിയിലാണ് തിരിച്ചടി ഉണ്ടായത്. കേസ് ഉൾട്ടയായി അതിജീവിതയ്ക്ക് തന്നെ കൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ ഹൈക്കോടതിയിൽ കണ്ടത്. ഹൈക്കോടതിയിൽ നിന്ന് വന്ന വിധി രാഹുൽ ആർമി ആഘോഷമാക്കുകയും ചെയ്തിരുന്നു. സൈബറിടങ്ങളിൽ അതിജീവിതകളെ പരിഹസിച്ച് രാഹുൽ ആർമി ഇളകി ഇറങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് ഒന്നാം പരാതിക്കാരി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ഹൈക്കോടതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇനി എന്താണ് അവർക്ക് സുപ്രീം കോടതിയിൽ പറയാനുള്ളതെന്നാണ് രാഹുൽ ആർമി ചോദിക്കുന്നത്. അതിജീവിത സുപ്രീം കോടതിയിലേക്ക് പോയാൽ അവിടെ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിയമ വിദഗ്ധർ ഇപ്പോൾ പറയുന്നത്. കാരണം ഹൈക്കോടതി ഇഴകീറി പരിശോധിച്ചാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചതും വിലയിരുത്തിയതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന് ജാമ്യം കിട്ടിയത്. സുപ്രീം കോടതി അതിജീവിതയുടെ പരാതി കീറിയെറിയാനാണ് സാധ്യത. വിവാഹം കഴിച്ച സ്ത്രീയെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കും? ഇത് ഹൈക്കോടതി ചോദിച്ച ചോദ്യമായിരുന്നു. ഇതേ ചോദ്യം തന്നെയാണ് മറ്റൊരു കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ സുപ്രീം കോടതി ചോദിച്ചതും പൊട്ടിത്തെറിച്ച് ചില കാര്യങ്ങൾ തുറന്നടിച്ചതും. ഇത്തരം കേസുകളിൽ സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് വലിയ ആഘോഷത്തോടെയായിരുന്നു ഇവിടെ ഒരു കൂട്ടർ ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് നമ്മൾ രാഹുൽ ഈശ്വറിന്റെ ചില വീഡിയോകളിലൊക്കെ കണ്ടിരുന്നു. ഏറ്റവും സുപ്രധാനമായ പുരുഷന്മാർക്ക് അനുകൂലമാകുന്ന, അവർക്ക് ആശ്വാസമാകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായതെന്ന് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ പറയുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതി മറ്റൊരു കേസിൽ പുറപ്പെടുവിച്ച ഉത്തരവ് ആ നിലയ്ക്ക് രാഹുൽ കേസിലെ അതിജീവിതയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കാനാണ് സാധ്യതയെന്ന് അഭിഭാഷകർ പറഞ്ഞു വയ്ക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ അനുകൂല വിധിയിൽ രാഹുൽ ഇപ്പോൾ കളം നിറയുകയാണ്. പാലക്കാട് MLAക്ക് ജനപിന്തുണ കൂടുകയും ചെയ്യുന്നുണ്ട്. പത്തിക്കടിച്ചിട്ടും വാലിൽ ജീവൻ പിടച്ച് രാഹുൽ ചാടി എഴുന്നേറ്റ് നിൽക്കുന്നത് ഏതൊക്കെയോ കേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. അതിനൊന്നാം പരാതിക്കാരിയെ പിരികയറ്റി വീണ്ടും സുപ്രീം കോടതിയിലേക്ക് തള്ളിവിടുകയാണ്. അതിജീവിതമാർക്ക് പിന്നിലെ ശക്തികൾ ആരാണെന്ന് നല്ല ബോധ്യമുണ്ടെന്നാണ് രാഹുൽ കൂട്ടർ വെടിപൊട്ടിക്കുന്നത്. രാഹുൽ വിഷയം സൈബർ ഇടത്തിലാണ് യുദ്ധത്തിന് വഴിവെച്ചിരിക്കുന്നത്. രാഹുൽ ആർമിയും അതിജീവിതകളെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ, കൂടാതെ CPMന്റെ സൈബർ ഗ്രൂപ്പുകളും ചേർന്ന് പോർവിളിയും തെറിവിളിയും കലഹവും തമ്മിലടിയുമാണ്. അതിജീവിതകൾക്ക് നേരെ വലിയ സൈബർ ആക്രമണമാണ് രാഹുൽ ആർമി നടത്തുന്നത്. തിരിച്ച് CPM സൈബർ ഗ്രൂപ്പുകൾ രാഹുലിന് നേരെ സൈബർ ആക്രമണം, രാഹുലിന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. MLAയുടെ അമ്മയെ പോലും വെറുതെ വിടുന്നില്ല. അമ്മയ്ക്ക് നേരെയും പച്ച തെറിവിളിയും ആക്രമണവുമാണ് ഒരു കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പരാതിക്കാരി ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് വരെ പോകാൻ തയ്യാറാകുമ്പോൾ നമ്മൾ ഇതിന്റെ മറ്റൊരു വശവും കൂടി ഒന്ന് പരിശോധിക്കണം. അതായത് റിനി ആയിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് റിനി മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയ വെളിപ്പെടുത്തലാണ് രാഹുലിൻ്റെ ഈ അതിജീവിതകളുടെ പ്രളയ പരാതികൾ പുറത്തേക്ക് വരുന്നതിന് കാരണമായത്. പിന്നീട് നമ്മൾ കണ്ടു
ഒന്നാം അതിജീവിത, അങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പത്മയും രംഗത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ പലതവണയായിരുന്നു ഈ അതിജീവിതയെ കണ്ടെത്തിയ പോലീസ് പിന്നീട് പലതവണ ഇവർ ഒന്ന് പരാതി കൊടുക്കുന്നതിന് വേണ്ടി പലതവണയാണ് ബന്ധപ്പെട്ടത്. ഒരു IPS ഉദ്യോഗസ്ഥ ഈ ഒന്നാം പരാതിക്കാരിയെ നിരന്തരം വിളിച്ചിരുന്നു, പരാതി നൽകൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും പരാതി പോലും കൊടുക്കാതെ അവർ പിൻവാങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. പിന്നീട് അവരുടെ ചാറ്റുകളിൽ നിന്നും പുറത്തേക്ക് വന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, അതായത് രാഹുലിനെതിരെ പരാതിക്കൊന്നും താനില്ല, അവൻ്റെ ഹൃദയവുമായി എൻ്റെ ഹൃദയം ഉടക്കി കിടക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് അവനുമായി എനിക്കിപ്പോഴും ഒരു സ്നേഹമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു ചില ചാറ്റുകൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, അതിക്രൂരമായിട്ട് തന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾ തന്നെ വിവാഹം കഴിക്കും, എനിക്കിപ്പോഴും അയാളോട് സ്നേഹമാണ് എന്ന് എങ്ങനെ ഒരു സ്ത്രീക്ക് എങ്ങനെ അതിന് കഴിയുമെന്നുള്ളൊരു ചോദ്യം ഇവിടുത്തെ സ്ത്രീകൾ തന്നെയാണ് ഉയർത്തിയത്. പിന്നീട് ഇവർ പരാതി ഒന്നും കൊടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ നിരന്തരം പോലീസ് ഇവരെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് 3 മാസത്തിന് ശേഷമാണ് ഇവർ പരാതി കൊടുക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു. പോലീസിന് പോലും പരാതി കൈമാറാതെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി അത് DGPക്ക് കൈമാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആ ഒരു സമയം ഏതായിരുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമായിരുന്നു. അതോടെ ജനങ്ങൾ വിധിയെഴുതി ഇത് തെരഞ്ഞെടുപ്പിൽ രാഹുലിനെയും കോൺഗ്രസിനെയും വീഴ്ത്താനുള്ള CPMന്റെ കളിയാണെന്ന്. അതായത് ഈ അതിജീവിതകൾക്കൊക്കെ ക്രെഡിബിലിറ്റി ഇല്ലാതെ പോയതിൻ്റെ ചില കാര്യങ്ങൾ കൂടിയാണ് ഈ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ അവർ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു. പിന്നീട് നിരന്തരം പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. അതുവരെ പ്രതികരിക്കാതെ ഒളിച്ചിരുന്ന ഒരാളാണ് പിന്നീട് 3 മാസത്തിന് ശേഷം പരാതിയുമായി രംഗത്തേക്കൊക്കെ വരുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ച ഈ കേസ് രാഹുലിൻ്റെ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ കോടതിയും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അവർ പരാതി പോലും കൊടുക്കാതെ ഉൾവലിഞ്ഞു നിൽക്കുന്നത് കണ്ടിരുന്നു. രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും അയാളുടെ ഫ്ലാറ്റിലേക്ക് പോയി, പാലക്കാടേക്ക് അയാളെ കാണാൻ പോയി, തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു എന്നൊക്കെ കോടതി പോലും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് രാഹുലിന് മുൻകൂർ ജാമ്യം കോടതി കൊടുക്കുന്നത്. ഉഭയസമ്മതത്തോടെയുള്ള ബന്ധമാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ കോടതിക്ക് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മുൻകൂർ ജാമ്യം കൊടുത്തത്. ഈ ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഇവർ പോകാൻ പോകുന്നത്. അപ്പോഴും സുപ്രീം കോടതി ഇത് ഇഴകീറി പരിശോധിക്കുമ്പോൾ അതിജീവിതയ്ക്ക് തിരിച്ചടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യതയെന്ന വിലയിരുത്തലാണ് വരുന്നത്. ഹൈക്കോടതി രാഹുലിന് ഒന്നാം പരാതിക്കാരിയുടെ കേസിൽ ജാമ്യം അനുവദിച്ചപ്പോൾ പല കോണിൽ നിന്നാണ് അതിജീവിതയെയും രാഹുൽ വേട്ടയ്ക്കിറങ്ങിയ മാധ്യമങ്ങളെയും പരിഹസിച്ച് പോസ്റ്റുകൾ നിറഞ്ഞത്. അതിൽ ഫെനി നയനാൻ പങ്കുവച്ച ഒരു പോസ്റ്റ് പലർക്കും വായടപ്പിക്കുന്ന മറുപടിയായിരുന്നു കൊടുത്തത്. അത് നമുക്കൊന്ന് പരിശോധിക്കണം. അതിങ്ങനെയാണ്: പരാതികൾ വാർത്തയാക്കുകയും അറസ്റ്റും ജയിലും പ്രമേയമാക്കി അന്തിച്ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്ന മാധ്യമങ്ങൾ ഇന്ന് നിശബ്ദമാണ്. അവർ ഇന്ന് ചർച്ചയാക്കുന്നത് ജാമ്യ വ്യവസ്ഥകളാണ്. അത് കർശനമാണ് എന്നാണ്. എന്നാൽ ഇതിലും കർശന നടപടികളാണ് അയാൾ സമരം നടത്തി ജയിലിലായിട്ട് ജാമ്യം കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നത്. ഏത് കേസിലും ജാമ്യത്തിലാകുമ്പോൾ ഇത്തരം വ്യവസ്ഥകൾ ഉണ്ടാകാറുണ്ടെന്ന് മറന്നാണോ മാധ്യമങ്ങൾ ഓരോന്ന് പുലമ്പുന്നത്? കോടതിയിൽ പരാതിക്കാരി കൊടുത്ത മാധ്യമങ്ങൾ സെൻസേഷണലായ കാര്യങ്ങളൊക്കെ ഇന്ന് കോടതിയിൽ പൊളിഞ്ഞു വീണത് ആരുമെന്തേ വാർത്തയാക്കാത്തത്? ബലാത്സംഗവും മുറിവേൽപ്പിക്കലും ഒന്നും കോടതിയിൽ നിന്നില്ല. ഗർഭഛിദ്രം നടന്നിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്ന് കോടതി പറഞ്ഞു. നല്ല പോലെ ബന്ധത്തിലിരുന്നിട്ട് പിന്നീട് ആ ബന്ധം തകരുമ്പോൾ കൊടുക്കുന്ന ബലാത്സംഗ പരാതി നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞത് ചർച്ചയ്ക്ക് വെക്കേണ്ടേ? പരസ്പരം ഇഷ്ടത്തോടെയുള്ള ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതി കൊടുക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത് ഹൈക്കോടതി ജാമ്യ ഉത്തരവിൽ ഉൾപ്പെടുത്തിയത് ചർച്ചയ്ക്ക് വെക്കേണ്ടേ? ഇത്തരം പരാതികളെ സുപ്രീം കോടതി അപലപിച്ചിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ഗൗരവത്തോടെ പറഞ്ഞത് ചർച്ചയ്ക്ക് വെക്കേണ്ടേ? കിളിക്കുഞ്ഞിന്റെ കരച്ചിൽ പോലെ എന്നൊക്കെ നാടക ഡയലോഗ് അടിച്ച ചാനൽ അവതാരകൻ ഇന്ന് നിശബ്ദരാണ്. നിങ്ങളൊക്കെ എത്ര മറച്ചു വയ്ക്കാൻ നോക്കിയാലും സത്യമൊക്കെ പുറത്തു വരും. അന്ന് സത്യങ്ങൾ അറിയുമ്പോൾ പലരുടെയും മുഖം മൂടികൾ അഴിഞ്ഞു വീഴും. ഇതായിരുന്നു ഫെനി പങ്കുവച്ച പോസ്റ്റ്. അതായത് ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിക്കുന്നത് വരെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിജീവിതകളുടെ കരച്ചിലും അവരുടെ വേവലാതികളും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാഹുൽ അതിക്രൂരമായി അവരെ വേട്ടയാടിയതിൻ്റെയും പീഡിപ്പിച്ചതിൻ്റെയും കഥകളൊക്കെയായിരുന്നു ചാനൽ ചർച്ചകൾക്ക് പറയാനുണ്ടായിരുന്നത്. പക്ഷേ രാഹുലിന് ജാമ്യം കിട്ടിയപ്പോൾ
ആ ജാമ്യം കൊടുത്തത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്ന്, കോടതി ജാമ്യം അനുവദിച്ചത് എന്ന് ചർച്ചയാക്കാനോ പറയാനോ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറായില്ല. പകരം അയാൾ കേരളത്തിൽ നിന്ന് പുറത്തു പോകരുത്, അതിജീവിതകളെ സ്വാധീനിക്കരുത്, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെയുള്ള ജാമ്യ വ്യവസ്ഥകൾ മാത്രമാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയതെന്ന് പച്ചയ്ക്ക് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഫെനി നയനാൻ. ഫെനി പങ്കുവച്ച ഈ പോസ്റ്റിന് താഴെ മറ്റൊരു കമൻറ്റ് കൂടി വൈറലായിരുന്നു. അതുകൂടി നമുക്കൊന്ന് നോക്കണം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, ഷാജഹാന്റെ തോക്ക്, റിപ്പോർട്ടർ ചാനലിലെ ChatGPT പ്രസന്റേഷൻ, ഐക്യദാർഢ്യം കൊടുക്കാൻ ചായ പോലും ഇല്ലാത്ത കപ്പും പിടിച്ച് ഫോട്ടോഷൂട്ട്, അവസാനം പവനായി ശവമായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോയ വിവാഹിതകളെ, ഭർത്താവിനെ പറ്റിച്ച് പരപുരുഷനെ തേടിപ്പോയപ്പോൾ നിങ്ങൾക്ക് അറപ്പ് തോന്നാത്തതിൻ്റെയാണ്, അല്ലെങ്കിൽ കുറ്റബോധം തോന്നാത്തതിൻ്റെയാണ്. രാഹുലിനെ ഒറ്റിക്കൊടുക്കാൻ നീയൊക്കെ പതിവ്രത കളിച്ചതിൻ്റെയാണ് ഹൈക്കോടതി പൊട്ടിച്ച് കയ്യിൽ തന്നത്. രാഹുൽ ഹാഷ്മിക്ക് കൊടുത്ത ഇന്റർവ്യൂ കുറച്ചുകൂടി മുൻപേ കൊടുത്തിരുന്നുവെങ്കിൽ മാധ്യമങ്ങൾ രാപകലില്ലാതെ പൊതുജനങ്ങളിലേക്ക് ഇക്കണ്ട വിഷം കുത്തിവെക്കില്ലായിരുന്നു. തുടക്കം മുതൽ ഞാൻ പറയുന്നത് ആവർത്തിച്ചു പറയുന്നു. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ, അത് മൂന്നാമത്തെ വ്യക്തിയെ സംബന്ധിച്ച് നൺ ഓഫ് ദെയർ ബിസിനസ് ആണ്. രാഹുൽ തെറ്റ് ചെയ്തുവെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. മാധ്യമ വിചാരണയല്ല വേണ്ടത്. അതുകൊണ്ട് ഫേക്ക് അതിജീവിതകളെ, നിങ്ങളോടൊരു വാക്ക്. പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോഴേ പ്രോപ്പർ ചാനലിലൂടെ പോലീസിൽ വിവരമറിയിക്കാതിരുന്നതിനും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് മറച്ചുവെച്ച നിങ്ങളുടെ ആ പ്രിയപ്പെട്ട ഫ്രണ്ട്സും പൊതുജന മധ്യത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം യഥാർത്ഥ അതിജീവിതകൾക്ക് നീതി കിട്ടുവാൻ. VIP പരിഗണനയിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതല്ലേ? ഇനി കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് കാത്തിരിക്കൂ. നിങ്ങളുടെ സത്യങ്ങൾ കോടതിയിൽ തെളിയിക്കൂ. അന്ന് രാഹുൽ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ഭൂഗോളത്തിലെ സ്ത്രീകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിരിക്കും, ഉറപ്പ്. അതുവരെ തൽക്കാലം സൗകര്യമില്ല. ഇതായിരുന്നു ഒരാൾ പങ്കുവച്ച ഒരു കമൻറ്റ്. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു കമൻറ്റ് തന്നെയാണ് ഈ വിഷയത്തിൽ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ജനം ഈ കേസിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പരസ്പര സമ്മതത്തോടെ ബന്ധത്തിലേർപ്പെടുക, ബന്ധം തകരുമ്പോൾ ബലാത്സംഗം, പിന്നെ പോലീസിനെ മെനക്കെടുത്തൽ, ശത്രുവായതുകൊണ്ട് ഭരണകൂടം ഇതിൽ ഇറങ്ങിക്കളിക്കുക. കോടതി പോലും പറയുന്നു ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമെന്ന്. എന്നിട്ടും ഇമ്മാതിരി കേസും പിടിച്ചു നടക്കാൻ ഈ സ്ത്രീകൾക്ക് നാണമില്ലേ? സ്ത്രീകളെ പറയിപ്പിക്കാനായിട്ട് കുറേ എണ്ണം എന്നാണ് ഇപ്പോൾ ജനം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി വിദേശത്തുള്ള അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ എംബസിയിൽ വെച്ചാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി അതിജീവിത കോടതിക്ക് മുന്നിൽ മൊഴി നൽകിയത്. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് മജിസ്ട്രേറ്റ് കോടതി വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. നേരത്തെ അന്വേഷണ സംഘവും ഓഡിയോ കോൺഫറൻസിംഗ് വഴി അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കോടതിക്ക് മുന്നിലും അതിജീവിത ഇതേ മൊഴി തന്നെ ആവർത്തിച്ചതായിട്ടാണ് വിവരങ്ങൾ. മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജനുവരി 11 പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പുലർച്ചെ അതിനാടകീയമായിട്ടായിരുന്നു MLA കസ്റ്റഡിയിലെടുത്തത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ രാഹുൽ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയായിരുന്നു മൂന്നാമത്തെ പരാതിയിലും പറഞ്ഞിരുന്നത്. മുഖത്തടിച്ചുവെന്നും ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചുവെന്നും എന്നാൽ ഗർഭം ധരിച്ചപ്പോൾ മറ്റൊരാളുടെ ഗർഭമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ചുവെന്നും പരാതിയിലുണ്ടായിരുന്നു. പിന്നീട് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതായും പരാതി നൽകിയാൽ തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവതി പറഞ്ഞിരുന്നു. വലിയ രീതിയിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നും വില കൂടിയ ചെരുപ്പും വസ്ത്രങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങിപ്പിച്ചതായും യുവതി പരാതിയിൽ ആരോപിച്ചിരുന്നു. എന്തായാലും ഈ പരാതികളെല്ലാം തന്നെ പൊളിഞ്ഞടുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കോടതികളിൽ നിന്ന് കേരളം കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.